ഇത് പൊട്ടാറ്റോ വെച്ചുള്ള നാടൻ ചിക്കൻ കറിയാണ്. ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ പാൻ ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി അതിലേക്ക് 4 പട്ട 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള, ഏകദേശം വലിയ സവാള തന്നെ 3 എണ്ണം അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 കിലോ ചിക്കനിലേക്ക് ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി 8 അല്ലി ചേർത്തിട്ടുള്ള ഒരു പേസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വലിയ പൊട്ടാറ്റോ ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ആ ചിക്കൻ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി എരിവിനുള്ള കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം ഈ വെന്ത് വന്ന പൊട്ടാറ്റോ ഗ്രൈൻഡറിൽ ഒന്ന് അരച്ചെടുക്കാം. പൊട്ടാറ്റോ അരച്ചത് ഈ ചിക്കനിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലാണ് ഇനി ഒഴിച്ച് കൊടുക്കാനുള്ളത്. 1 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരച്ച് വെച്ച പൊട്ടാറ്റോ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിനി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 5 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇനി ഇത് ചേർത്ത് നമുക്ക് ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മൊരിഞ്ഞ് വന്നാൽ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഏറ്റവും എളുപ്പമുള്ള ഈ നാടൻ കറി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.